സന്നിധാനത്തേക്കാണ് ഇരുമുടിക്കെട്ടേന്തി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ തൊഴുത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ടേന്തി ദർശനം നടത്തി. പമ്പയിൽ സ്നാനം ചെയ്ത് അവിടെ നിന്ന് കെട്ട് നിറച്ച് പ്രത്യേക വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. വൈകിട്ട് തന്നെ തലസ്ഥാനത്തേക്ക് എത്തി. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, സുഗമമായ ദർശനമാണ്. ഒപ്പം തന്നെ ഇനി മുന്നിലേക്കുള്ള ബാക്കി ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോൾ ഈ കണ്ടത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞിരുന്നും അല്പസമയം മുൻപെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയത്. ഇനിയും അങ്ങനെയായിരിക്കുമോ? വൈകുന്നേരം വരെ തുടരുമോ? എന്താണ് അറിയുന്നത്? ആചാരങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ശൗര്യ ദർശനം പൂർത്തിയായിരിക്കുന്നത്. 10:10 രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പമ്പയിലേക്ക് എത്തിയത്. പമ്പയിൽ എത്തി പമ്പ സ്നാനം ചെയ്ത് അതിനുശേഷം കെട്ടുനിറയ്ക്കൽ കേന്ദ്രത്തിലെത്തി കെട്ട് നിറച്ച് പമ്പാ ഗണപതിയെ തൊഴുത് നാളികേരം ഉടച്ച ശേഷം ഗൂർഖ വാഹനത്തിൽ നേരെ സന്നിധാനത്തേക്ക് പോവുകയായിരുന്നു. സന്നിധാനത്ത് 11:50 മുമ്പ് തന്നെ സന്നിധാനത്തേക്ക് എത്തി. അവിടെ നിന്ന് നേരെ പോയത് 18-ാം പടിക്ക് താഴേക്കാണ്. 18-ാം പടി താഴെ വലിയകൃഷ്ണ സ്വാമിയുടെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേരെ നാളികേരം ഉടച്ച ശേഷം 18-ാം പടി കടന്ന് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ശ്രീകോവിലിന് മുന്നിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അതിനുശേഷം ഇരുമുടിക്കെട്ട് നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊടുത്തു. ഇരുമുടിക്കെട്ടിൽ ഈ ശബരിമലയിലേക്കുള്ള ശ്രീകോവിലിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ എടുത്ത ശേഷം ഇരുമുടിക്കെട്ടും മറ്റു പ്രസാദങ്ങളുമായി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പുറത്തേക്ക് വന്നു. ആരതി ഒഴിഞ്ഞ് അതിനുശേഷം പ്രസാദവും നൽകി നേരെ മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങൾ ആദിമൂല ഗണപതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നാഗരാജ ക്ഷേത്രത്തിലും ഒക്കെ തന്നെ ദർശനം നടത്തി നേരെ മാളികപ്പുറത്തേക്ക് പോയി. മാളികപ്പുറത്തും ദർശനം നടത്തി. പിന്നീട് മണിമണ്ഡപത്തിലും നാഗദൈവങ്ങളുടെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിലും എല്ലാം ദർശനം നടത്തി നേരെ വാവൂർനടയിലേക്ക് എത്തി. വാവൂർനടയിൽ ദർശനം പൂർത്തിയാക്കി. അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ ഉപഹാരവും സ്വീകരിച്ചാണ് രാഷ്ട്രപതി തിരിച്ച് പമ്പയിലേക്ക് മടങ്ങിയിട്ടുള്ളത്. പമ്പയിലാണ് ഇപ്പോഴുള്ളത്. പമ്പയിൽ നിന്ന് നേരെ തിരിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രമാണത്തേക്ക് എത്തും. നേരത്തെ രാഷ്ട്രപതി ആ പ്രദേശത്ത്, അതായത് ദേവസ്വം കോംപ്ലക്സിൽ തന്നെ തങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ദേവസ്വം കോംപ്ലക്സിൽ തങ്ങാതെ പമ്പയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാലാവസ്ഥ പ്രശ്നമാണ്. മഴ വിട്ടുവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ വൈകിട്ട് മോശമായി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിലുള്ള യാത്ര മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം തന്നെ തലസ്ഥാനത്തേക്ക് തിരിക്കുന്നതായിരിക്കും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നതും. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.